അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരണസമയത്ത് ഒരാൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുക, മലക്കുകൾ വന്ന് ഖബറടക്കം നടത്തുക കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാമെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന ഒരു സത്യമാണിത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജറ യാത്രയിൽ നിഴലായി കൂടെ ഉണ്ടായിരുന്ന ബിയർ മഊനയിലെ യുദ്ധക്കളത്തിൽ വെച്ച് ശത്രുവിന്റെ കുന്തമുനേറ്റ് വീണപ്പോൾ അല്ലാഹുവാണേ സത്യം, ഞാൻ വിജയിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ ആ മഹാൻ ആരായിരുന്നു? നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. ആമിർ ബിൻ ഫുഹൈറ എന്ന സ്വഹാബിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മഹാനവറുകൾ ആദ്യ കാലഘട്ടത്തിൽ മഹാൻ തുഫൈൽ ബിൻ അബ്ദില്ല എന്നവരുടെ ഒരു അടിമയായിരുന്നു. നീഗ്രോ വർഗക്കാരനാണ്, കറുകറുത്ത ശരീരമുള്ള ഒരു സ്വഹാബിയാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തുഫൈൽ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു. അങ്ങനെ അദ്ദേഹം അടിമയായിരിക്കെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വില കൊടുത്തു വാങ്ങി. എന്നിട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി വിട്ടു. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് ആദ്യമായി മുൻകടന്ന സ്വഹാബികളിൽ പ്രമുഖനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ അഭയം പ്രാപിച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെ മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഇസ്ലാം മക്കയിൽ പ്രബോധനം നടത്തി ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മഹാനായ ആമിർ ബിൻ ഫുഹൈറ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് മുൻകടന്നവരിൽ പ്രമുഖനായ സ്വഹാബിയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്ന സമയത്ത് നബി തങ്ങളുടെ കൂടെ സന്തത സഹചാരിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അവരോട് കൂടെ ഈ ആമിർ ബിൻ ഫുഹൈറയും റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട് സൗർ ഗുഹയിൽ ഗാർ സൗറിൽ അഭയം പ്രാപിച്ച സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടേക്ക് പാല് കൊണ്ടുവന്ന് അവർക്ക് കുടിപ്പിച്ചിരുന്നത് ആമിർ ബിൻ ഫുഹൈറയായിരുന്നു. നബി തങ്ങൾ ഗൗർ സൗറിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടി മഹാനായ ആമിർ ബിൻ ഫുഹൈറ അതിലൂടെ ആടുകൾ മേച്ച് ആ കാൽപ്പാടുകൾ മായ്ച്ചു. അങ്ങനെ അത്രയും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിൽക്കുകയും നബി തങ്ങൾ ഹിജറ മദീനയിൽ എത്തുന്നത് വരെ നബി തങ്ങൾക്ക് എല്ലാ സപ്പോർട്ടായി, നബി തങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഒരു പരിഹാരം നിർവഹിച്ചുകൊണ്ട് മഹാനവറുകൾ നബിയോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ മദീന വരെ അനുഗമിച്ച സഹാബിയായിരുന്നു. മഹാനായ ആമിർ ബിൻ ഫുഹൈറ തങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹുദ് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ബിഅർ മഊന യുദ്ധത്തിൽ മഹാനവറുകൾ കൊല്ലപ്പെട്ടു. മഹാൻക്ക് അന്ന് 40 വയസ്സായിരുന്നു പ്രായം. 40-ാം വയസ്സിലാണ് കൊല്ലപ്പെടുന്നത്. മഹാനവറുകളെ കൊന്ന ആള് ആമിർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന ആളാണ് മഹാനവറുകളെ കൊന്നത്. പിന്നീട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ ആമിർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, ഞാൻ ആമിർ ബിൻ ഫുഹൈറയെ വെട്ടുമ്പോൾ ഓരോ വെട്ട് ശരീരത്ത് കൊള്ളുമ്പോഴും അവിടുന്ന് ഇങ്ങനെ പ്രകാശം ഉയരുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി കൊല്ലപ്പെട്ട ആളുകളോട് കൂടെ കാണാൻ വേണ്ടി ഇങ്ങനെ യുദ്ധഭൂമിയിൽ നടന്നപ്പോൾ ആ ആമിർ ബിൻ തുഫൈൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ ആമിർ ബിൻ ഫുഹൈറ തങ്ങളുടെ ആ ശരീരം കാണിച്ചു കൊടുത്തിട്ട് ഇത് ആരുടെ ശരീരമാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സുഹൃത്ത് അംർ ബിൻ ഉമയ്യ എന്ന് പറയുന്ന ആ സുഹൃത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദാ ആമിർ ബിൻ ഫുഹൈറ, ഇതാണ് ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന ആ സ്വഹാബി. അപ്പോൾ ആ കൊന്ന ആൾ പറയാണ്, ലഖദ് റഅയ്തുഹു ബഅദമാ ഖുതില റുഫിയ ഇല സമായി, ഞാൻ ഇദ്ദേഹത്തെ വെട്ടി വീഴ്ത്തിയത് ഞാനാണ്. ഇദ്ദേഹത്തെ വെട്ടി വീഴ്ത്തി ഇദ്ദേഹം രണഭൂമിയിൽ ഷഹീദായി വീണപ്പോൾ ഞാൻ കണ്ടു ഇദ്ദേഹത്തിൻ്റെ ശരീരം ആകാശത്തേക്ക് ഉയർന്നുപോയി. എന്നിട്ട് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ ശരീരം നിന്നു. എന്നിട്ട് പിന്നെ സാവകാശം വന്ന് രണഭൂമിയിൽ തന്നെ കിടന്നു. ഈ അത്ഭുത സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ മഹാൻ പറയുന്നുണ്ട്, അങ്ങനെ ആ യുദ്ധത്തിൽ ബിഅർ മഊനയിൽ ഷഹീദായ എല്ലാ സ്വഹാബാക്കളെയും മറവ് ചെയ്യുന്ന സമയത്ത് അന്ന് കൊല്ലപ്പെട്ട ആൾ തന്നെയാണ് ആമിർ ബിൻ ഫുഹൈറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനാസ മാത്രം ഇവർക്ക് അവിടെ മറവ് ചെയ്യാൻ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മലക്കുകൾ ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹുവിനെ മറമാടുന്നതായിട്ട് അവർ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും നബി തങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകി നബി തങ്ങളുടെ ഹിജ്റയിൽ പൂർണ്ണമായി നബിയോട് സന്തത സഹചാരിയായി കൂടുകയും ബദറിലും ഉഹദിലൊക്കെ പങ്കെടുത്ത് വലിയ വലിയ പുണ്യവും വലിയ സ്ഥാനവും കരസ്ഥമാക്കിയ മഹാനായ ആമിർ ബിൻ ഫുഹൈറ തങ്ങൾ കൊല്ലപ്പെടുന്ന സമയത്ത് ഓരോ വെട്ട് കിട്ടുമ്പോഴും മഹാൻ പറയുമായിരുന്നു, ഫുസ്തു, ഞാൻ വിജയിച്ചു എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇസ്ലാമിന് മുഴുവനും സമർപ്പിച്ച മഹാനായ ആമിർ ബിൻ ഫുഹൈറ തങ്ങൾ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.